പെരുന്നാൾ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരും റെഡിയായോ? എല്ലാവരും ആഘോഷത്തിൻ്റെ ഒരു മൂഡിലായിരിക്കും അല്ലേ? കുറേ പേരെങ്കിലും ജോലികളും അതിൻ്റെതായ അനുബന്ധമായ കാര്യങ്ങളായിട്ട് തിരക്കിലായിരിക്കും. എങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിന്ന് കാണാം ഒരു വീഡിയോ. അപ്പം ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഈ ബലിപ്പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ ബക്രീദ് സ്പെഷ്യൽ വീഡിയോയിലേക്ക്. മദീന മുത്ത് റസൂലിനൊമനയായി ഫാത്തിമ ബീവി തേനിമ്പപ്പൂവി പൂമകളാ. മക്ക മദീന മുത്ത് റസൂലിനൊമനയായി ഫാത്തിമ ബീവി തേനിമ്പപ്പൂവി പൂമകളാ. താരകപ്പൂമലരാ തളിരാമ്പൽ പൂവിന്നഴക പാർവർണരാവൊളിയാ പരിപൂർണ പനിമതിയാ. ആറ്റൽ നബി പൂമകളാ ഫാത്തിമ ബീ മങ്കകളിൽ തങ്കമലർ തിങ്കളൊളി ആലമാകെ ആദരിക്കും പുണ്യനാമം. മക്ക മദീന മുത്ത് റസൂലിനൊമനയായി ഫാത്തിമ ബീവി തേനിമ്പപ്പൂവി പൂമകളാ. ഈ പെരുന്നാളിൻ്റെ ഫുൾ വൈബ് നിറഞ്ഞൊരു ഫാസ്റ്റ് സോങ്ങും കൂടെ കേട്ടിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ കളക്ഷൻസിലേക്ക്, പെരുന്നാളിൻ്റെ എന്നല്ല നമ്മൾ എപ്പോഴും ഉള്ള സൺഡേ കളക്ഷൻസ് വന്നില്ലല്ലോ, അപ്പോൾ സൺഡേ വീഡിയോ വരാത്തതിനും അപ്പോൾ പാട്ട് കേട്ട് ആരും ഓടിപ്പോവല്ലേ. ഒത്തിരി സുന്ദരി മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം കാണണേ. പാടിവരും പൂങ്കാറ്റേ പെരുന്നാളിൻ സുദിനം വന്നണഞ്ഞല്ലോ, ഇബ്രാഹിം നബിയാരേ കനവിലെ സുഗന്ധപ്പൂവിടന്നല്ലോ. ആനന്ദം വിരിഞ്ഞല്ലോ, ആമോദം പരന്നല്ലോ, ആനമിസമായിൽ ജനിക്കുന്നല്ലോ. ആനന്ദം വിരിഞ്ഞല്ലോ, ആമോദം പരന്നല്ലോ, ആനമിസമായിൽ ജനിക്കുന്നല്ലോ. പാടിവരും പൂങ്കാറ്റേ പെരുന്നാളിൻ സുദിനം വന്നണഞ്ഞല്ലോ. മക്കത്ത് ഹജറത്തിനൊളി കണ്ടല്ലോ, ഇന്ന് മീനായിൽ വർണ്ണപ്പൂക്കൾ വിരിഞ്ഞുവല്ലോ. മക്കത്ത് ഹജറത്തിനൊളി കണ്ടല്ലോ, ഇന്ന് മീനായിൽ വർണ്ണപ്പൂക്കൾ വിരിഞ്ഞുവല്ലോ. മസ്ജിദിൽ തക്ബീർ ഉയരുന്നല്ലോ, ഇന്നും മലദാരിൽ പൂനിലാവ പരക്കുന്നല്ലോ. മഞ്ഞക്കിളികൾ വന്ന് മഞ്ചാടിപ്പൂക്കൾ തന്ന് മുഹബത്തിൻ കുഞ്ഞിക്കാറ്റും വരുന്നു വന്ന്. മഞ്ഞക്കിളികൾ വന്ന് മഞ്ചാടിപ്പൂക്കൾ തന്ന് മുഹബത്തിൻ കുഞ്ഞിക്കാറ്റും വരുന്നു വന്ന്. പാടിവരും പൂങ്കാറ്റേ പെരുന്നാളിൻ സുദിനം വന്നണഞ്ഞല്ലോ, ഇബ്രാഹിം നബിയാരേ കനവിലെ സുഗന്ധപ്പൂവിടന്നല്ലോ. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്, നമുക്ക് കരോക്കെ ഇട്ടിട്ട് പാടാൻ പറ്റില്ല. അങ്ങനെ പാടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പാടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസ് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗം ഒന്ന് കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാം. ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഒരു സുന്ദരി ബേബി പിങ്ക് ഹക്കോബയിലാണ്. ഇങ്ങനെ വരുന്നു. ആദ്യം അതിനെ കാണിച്ചു തരാം, എന്നിട്ട് അത് നമുക്കെല്ലാം ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് ഇതിങ്ങനെ വരുന്നത്. ഇങ്ങനെ. അപ്പം നമുക്കിത് നമ്മൾ നോർമൽ കാണിക്കുന്ന ക്യാമ്പ്രിക് കോട്ടനേക്കാളും കുറച്ചും കൂടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു മെറ്റീരിയലാണ് ഇത്. അങ്ങനെ വരുന്നു. പക്ഷേ ഇതെല്ലാം പ്രീമിയം ഹക്കോബ തന്നെയാണ് കേട്ടോ, PC കോട്ടൺ അല്ല. കംഫർട്ടബിളായ മെറ്റീരിയലാണ്. നല്ലൊരു ബേബി പിങ്കിൽ നല്ല മാംഗോ ഡിസൈൻസും കട്ട് വർക്കും എല്ലാം വരുന്നു. ഇങ്ങനെ വരുന്നു. അപ്പോൾ 43 ഇഞ്ചൊക്കെയാണ് ടോട്ടൽ വിടുത്ത് വരുന്നത്. അപ്പോൾ 2 സൈഡിൽ ഇത്രയും പോർഷനും പോയിട്ട് ഒരു 38 to 39 ഇഞ്ചൊക്കെയാണ് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു. സുന്ദരി ബേബി പിങ്ക് ഹക്കോബ 250 rupees per meter, 250 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഒരു ഹക്കോബയുടെ കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം.
ഇങ്ങനെ കോട്ടൺ സ്ലബ്. അപ്പോൾ എക്സാക്റ്റ് 100% മാച്ച് അല്ല. അപ്പോൾ നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഇതിന് നമുക്കൊരു ലൈനിങ് ഒക്കെ കൊടുത്ത് ഇതിൻ്റെ കൂടെ ഡാർക്ക് കളറിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ കോട്ടൺ സ്ലബും കൂടെ ബാക്ക് പീസ് കൊടുത്തിട്ട് അങ്ങനെ ചോദിച്ചിരുന്നല്ലോ ഒരു കസ്റ്റമർ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും 2 ടൈപ്പ് ഫാബ്രിക് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും നമുക്കിങ്ങനെ ചേർത്ത് വെക്കണമെങ്കിൽ ഇനി ഇതിന് യോക്കായിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊരു പീച്ച് കലർന്ന പിങ്കാണ്, ഇത് പക്ക ബേബി പിങ്കാണ് അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ കോട്ടൺ സ്ലബിൻ്റെ ഫാൻസ് കണ്ടോളൂ. ഇതാ കഴിഞ്ഞ വീഡിയോയിൽ വരാത്തൊരു കളറാണ്. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 120. കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർ കോട്ടൺ ഉപയോഗിക്കാൻ സുഖമുള്ള മെറ്റീരിയലാണ്. പക്ഷേ ലൈനിങ് വെക്കണം, ഷ്രിങ്കേജ് ഉണ്ടാവും, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലൈനിങ് വെച്ച് ഉപയോഗിക്കേണ്ടതാണ്. ചുരുങ്ങുന്നതാണ്, അപ്പോൾ കണക്കാക്കി ചെയ്യണേ. 44 ഇഞ്ച് വീതി, 120 രൂപ. 44 ഇഞ്ച് വിഡ്ത്ത്, 120. ഇനി ആ ഒരു ഫാമിലിയിലേക്ക് വന്നിരിക്കുന്നു റെയിനി സീസൺ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ജോർജറ്റിലെ ബിഗ് വിഡ്ത്ത് അല്ല, 44 ഇഞ്ച് ജോർജറ്റ്. നമുക്ക് സാരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ജോർജറ്റ് മെറ്റീരിയലാണ്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ. അപ്പോൾ ആ ഹക്കോബയുടെ കൂടെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ എടുക്കാം, കോട്ടൺ ഇന്നർ മോഡൽ പോലെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലൊക്കെ എടുക്കാവുന്നത്. 90 റുപ്പീസ് പെർ മീറ്റർ, 90 രൂപ മീറ്ററിൽ വരുന്ന ഇങ്ങനെ വരുന്നു ജോർജറ്റ് പ്രിൻ്റ്. നല്ലൊരു ഡാർക്ക് ബ്രൗണും പീച്ച് ആൻഡ് ഒരു പിങ്കിഷ് പീച്ച് വരുന്ന ഫ്ലവേഴ്സും കൂടെ കൂടിയിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ ആൻഡ് കോട്ട് മോഡൽ അങ്ങനെ ചെയ്യാം, ദുപ്പട്ടയായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഹക്കോബയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഹക്കോബ കൊണ്ട് ക്രോപ്പ് ടോപ്പ്, ഇതുകൊണ്ട് സ്കേർട്ട് പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം. അതൊന്ന്. ഇനി ഇത് അടുത്തൊരു സുന്ദരി കളർ, നമ്മൾ വയലറ്റിൻ്റെ ലാവൻഡറിൻ്റെ ഇടയിലുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ്. ഇതൊക്കെ റെയർ കളറാണ് കോട്ടൺ സ്ലബിൽ. അപ്പോൾ കോട്ടൺ സ്ലബിൻ്റെ ഫാൻസ് മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 120, 120 രൂപ. ഇങ്ങനെ വരുന്നു. അതിൻ്റെ കൂടെ ഇതങ്ങനെ നമുക്ക് ഇത് നമ്മൾ ടൈ ആൻഡ് ഡൈ ഹക്കോബ, അപ്പോൾ ജസ്റ്റ് യോക്ക് വയ്ക്കാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത്, 43 ഇഞ്ചൊക്കെയാണ് വിഡ്ത്ത് വരുന്നത്. 180, 180 രൂപ. ഇങ്ങനെ വരുന്നു. അപ്പോൾ കണ്ട് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ടോപ്പ് യോക്ക് പോലെയൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പറ്റും. ഇനി നമുക്ക് വരുന്ന അടുത്തൊരു സുന്ദരി മെറ്റീരിയലാണ്. നമ്മൾ ജീരാ ബുട്ട എന്ന് പറയുന്നത്, കോട്ടൺ ബുട്ട തന്നെയാണ് ഫാബ്രിക്, എൻ്റെ ജീരാ ബുട്ട എന്ന് അതിൻ്റെ ഓമന പേര്. കാരണം കുഞ്ഞു ജീരകം പോലുള്ള കുഞ്ഞു ബുട്ടാസ് വരുന്നതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആയ മെറ്റീരിയലാണ്. ട്രാൻസ്പെറൻ്റ് ആയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫക്റ്റ് ആയിട്ടല്ല കാണേണ്ടത്, നല്ലൊരു സോഫ്റ്റാണ്. നമുക്ക് ഇപ്പോൾ ലൈനായിട്ടോ അല്ലെങ്കിൽ പ്ലീറ്റഡ് മോഡലോ ഒക്കെ മെറ്റേണിറ്റി വെയർ ആയിട്ടോ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, എന്നാൽ ജോർജറ്റ് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ കോട്ടൺ ബുട്ട എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും ഈ ജീരാ ബുട്ട എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക്, നല്ല ഉപയോഗിക്കുക. അപ്പോൾ അതിൽ നല്ലൊരു കളറും കൂടിയാണ് വരുന്നത്. ഇങ്ങനെ പ്ലീറ്റഡ് മോഡലൊക്കെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പ്ലീറ്റ്സ് ഇട്ടിട്ട് കുർത്തി, ലോങ് ഗൗൺ, ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാൻ, ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ വരുന്നു. അപ്പോൾ ബിഗ് വിഡ്ത്താണ്, 56 to 58 ഇഞ്ച് വിഡ്ത്തുണ്ട്. 200 റുപ്പീസ്, 200 രൂപ വരുന്ന ജീരാ ബുട്ട. ജീരാ ബുട്ടയിലും നമുക്ക് ഇത് വേണമെങ്കിൽ യോക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുക്കാം. ഇനി അതല്ലെങ്കിൽ ജീരാ ബുട്ടയ്ക്കും ഈ കോട്ടൺ സ്ലബിനും ഒക്കെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ കൂടെ വരുന്നുണ്ട്. ഇതാ വരുന്നത് നമ്മൾ ഡെനിമിൽ ഒരു വെറൈറ്റി ഡിസൈൻ, ഈ ഒരു ലാവൻഡർ കളർ പ്രിൻറ്റും ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡോട്ടും വരുന്ന ഡെനിം ഫാബ്രിക്. ഇത് കോട്ടൺ ഡെനിമാണ്. ഡെനിമിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ ഇനി നമുക്ക് ഷോർട്ട്സ് ചെയ്താൻ തുടങ്ങുമ്പോൾ അതെല്ലാം ഓരോന്നിങ്ങനെ ഇതുണ്ട്. ഇതിലിപ്പോൾ അകവശം വരുന്നത് ഇങ്ങനെ, ഈ വരുന്നത് ഇങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്താണ് കേട്ടോ, 58 to 60 ഇഞ്ച് വരെ. 58 ഇഞ്ച് വീതി എന്തായാലും ഉണ്ട്, 60 ഇഞ്ചിനടുത്ത് വീതി വരുന്നുണ്ട്. ഇങ്ങനെ വരുന്നു. 280 റുപ്പീസ്, 280 രൂപ. നമ്മളൊന്ന് ടോപ്പ് ചെയ്ത് നോർമൽ ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവുന്ന ഫാബ്രിക്കാണ്. ഇനി കുട്ടികൾക്ക് മിഡി ചെയ്യാനാണെങ്കിലും നോർമൽ ടോപ്പ് ചെയ്യാനാണെങ്കിലും കോട്ട് പോലെ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല ഫാബ്രിക്കാണ്. ഡെനിമിലാണ് വരുന്നത്, പ്രിൻറ്റഡ് ഡെനിമാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ജീരാ ബുട്ടേൻ്റെ കൂട്ടത്തിൽ കണ്ടോ ഇങ്ങനെ വേണിച്ചിട്ട് ഇതുകൊണ്ട് ടോപ്പ് ചെയ്തിട്ട് കൊണ്ട് ഷ്രഗോ അല്ലെങ്കിൽ കോട്ട് പോലെയൊക്കെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഇത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് റയോൺ ആണ്. റയോൺ വരുന്നത് 44 ഇഞ്ചിലാണ് റയോൺ വരുന്നത്. കണ്ടോ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ 44 ഇഞ്ചിൽ പോൾക്കാ ഡോട്ട്സ് വരുന്ന റയോൺ ആണ്. ഇങ്ങനെ വരുന്നു. 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. അപ്പോൾ റയോൺ ഫാബ്രിക് ആണെങ്കിലും ചിലതിന് ചുരുങ്ങുന്നതൊക്കെ ഉണ്ടാവും, അപ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ വരുന്നു. ഇത് നല്ല റെഡിഷ് മെറൂൺ കളറിലാണ് വരുന്നത് റയോൺ ഫാബ്രിക്. ഇങ്ങനെ മെറ്റീരിയൽ എല്ലാം ആദ്യം കണ്ടുപോവാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് 100 റുപ്പീസ്. ഇനി അതിൽ തന്നെ നല്ലൊരു ഗ്രേ ആൻഡ് ബ്ലാക്ക്, ഗ്രേയിൽ ബ്ലാക്ക് ഡോട്ട്സ് വരുന്നു റയോൺ. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് വീതി വരുന്നത്. ഇങ്ങനെ വരുന്നു. 100 റുപ്പീസ്, 100 രൂപ. റയോൺ ഫാബ്രിക്കാണിതും. ഇങ്ങനെ നോർമൽ ടോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ റയോൺ ആണെങ്കിൽ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ലൈനിങ് അങ്ങനെ
ലൈനിങ് ഓപ്ഷണലാണ് എങ്കിലും നമുക്ക് ലൈനിങ് വെച്ചിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ആവാം. ഏത് എ ലൈൻ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയാണെങ്കിലും ആവാം. എ ലൈൻ ടോപ്പ് ചെയ്യുന്ന ഒരു ഡബിൾ എക്സൽ സൈസുള്ള ആൾക്കാരൊക്കെ ഒരു 3 മീറ്റർ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ജോയിൻ്റ് ഇല്ലാതെ സ്ലീവും കിട്ടും. അല്ലെങ്കിൽ 2.5 മീറ്റർ കൊണ്ട് സ്ലീവിന് ജോയിൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വിടുത്ത് 100 റുപ്പീസ്, 100 രൂപ. അത് അങ്ങനെ. ഇനി ഇതിൻ്റെ കൂടെയും നമുക്ക് ബ്ലാക്ക് കൊണ്ടുവരുന്നത്, ബ്ലാക്ക് കോട്ടൺ ബുട്ട വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ ജീരാ ബുട്ടേനേക്കാൾ ഇച്ചിരി വലിയ ബുട്ടയാണ് ഇത്. അങ്ങനെ വരുന്നു. ഇത് ഉലുവ ബുട്ടയാണ്, കുറച്ചുകൂടെ ഉണ്ടമണീസാണ്, വലിപ്പമുണ്ട്. എന്നാലും ഒരുപാട് വലുതല്ലേ, വലിയ വ്യത്യാസമില്ലല്ലോ, അതിന് അങ്ങനെ ഒരു പേര് പറഞ്ഞ് വന്നേ ഉള്ളൂ. നമ്മുടെ കോട്ടൺ ബുട്ട നല്ല കംഫർട്ടബിളായ ഫാബ്രിക്കാണ് കേട്ടോ, അത് ഉപയോഗിച്ച് നോക്കിക്കോളെ. അപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവനയ്ക്കാണ് സെറ്റ് ചെയ്ത് ശരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് വേറെ വരുന്നുണ്ട്, അവരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റയോൺ കഴിഞ്ഞു കേട്ടോ. റയോൺ കഴിഞ്ഞിട്ടില്ല, റയോണിൽ പൊൾക്കാ ഡോട്ട്സ് കഴിഞ്ഞു. ഇതാ റയോണിൽ ഇത് അടുത്ത് വരുന്നു, ഫ്ലോറൽ ഡിസൈനിൽ ഇതല്ലേ റയോൺ ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് എടുത്ത് ഇങ്ങനെ 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. ഇങ്ങനെ വരുന്നു റയോൺ. ഇത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഷോർട്ട് ടോപ്പ്, ക്രോപ്പ് ടോപ്പ് പോലെയൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ്. ഇതെങ്ങനെ വരുന്നു, റയോൺ ഫാബ്രിക്കാണ്, 100 റുപ്പീസ്. ഇങ്ങനെ അത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ കോട്ടൺ ബുട്ടയിൽ ബ്ലാക്ക്, അതെടുത്തോളൂ കേട്ടോ, സ്ക്രീൻഷോട്ട്. ഇതങ്ങനെ വരുന്നു. അജരക്ക് മൊഡാലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ എടുത്ത് വെച്ചോളൂ കേട്ടോ. പ്ലെയിൻ ടോപ്പ് എടുത്ത് വെച്ചിട്ട് യോക്ക് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ സൺഡേ ഞാനിട്ടിരുന്ന വീഡിയോ കണ്ടില്ലേ, അതിലുണ്ടായിരുന്ന ഇതുപോലെ കുർത്തി പോലെയൊക്കെ ജസ്റ്റ് യോക്ക് വെച്ചിട്ടൊക്കെ ബ്ലാക്കിൽ ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. 200 റുപ്പീസ്, 200 രൂപ അങ്ങനെ വരുന്നു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ, ഇനി ഒരാളെ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു, നല്ല ജോർജറ്റ്. ഇതാ നമ്മൾ അജറക്കിൻ്റെയൊക്കെ ദുപ്പട്ട പാച്ച് വർക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ്, വെറൈറ്റി ഡിസൈൻസ് വരുന്നു. പ്രിൻറ്റഡ് ജോർജറ്റാണ് വരുന്നത്. ഇങ്ങനെ ബിഗ് വിഡ്ത്തിലാണ്, 58 ഇഞ്ച് വീതിയുണ്ട്. ഇങ്ങനെ കാണിച്ചു തരാം. ബിഗ് വിഡ്ത്ത് ആയതുകൊണ്ട് ദുപ്പട്ടയ്ക്കൊക്കെ നിങ്ങൾക്ക് 1.25 മീറ്റർ എടുത്തിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആക്കാം. സാരി ആണെങ്കിൽ വിഡ്ത്ത് കുറച്ചിട്ട് സാരി ആക്കണം. ഇതാ ഇങ്ങനെ വരുന്നു. ഇനി ടോപ്പ് ചെയ്യാൻ നല്ല എ ലൈൻ ടോപ്പൊക്കെ ചെയ്യാൻ നല്ലതാണ്, അല്ലെങ്കിൽ ക്രോസ് കട്ടിങ്, അംബ്രല കട്ടിങ് പോലെയൊക്കെ ചെയ്യാനെല്ലാം നല്ലതാണ്. ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് വിഡ്ത്ത്, 100 റുപ്പീസ്, 100 രൂപ. ഇങ്ങനെ ജോർജറ്റിൽ, പ്രിൻറ്റഡ് ജോർജറ്റിൽ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ നമ്മൾ ഈ വാട്സപ്പ് ത്രൂ സിസ്റ്റത്തിലേ 1 by 1 ആയിട്ടാണ് ഓരോ മെസ്സേജ് നോക്കി വരിക. അപ്പോൾ ചിലത് 3 നമ്പറിൽ നിന്ന് ഓർഡർ എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓർഡർ എടുത്ത് വരുമ്പോൾ പേയ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ കട്ടിങ്ങിലേക്ക് വരുമ്പോഴായിരിക്കും ചില മെറ്റീരിയൽ കഴിഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെസ്സേജ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യാനുള്ള സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ റീഫണ്ട് വൈകുകയാണെങ്കിലോ, നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് പ്രോപ്പർ റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിലോ, കസ്റ്റമർ കെയർ നമ്പറിൽ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയട്ടെ, അത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യണം. അപ്പോൾ നമ്മൾ അറിയുള്ളൂ. കാരണം ഇത് മനഃപൂർവ്വം ആരും നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ തിരക്കുകൾ കൊണ്ട് 3 ആൾ മെസ്സേജ് എടുത്തു വരുന്നു, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ റീഫണ്ട് ബുക്കിൽ എഴുതാൻ പോയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരാറില്ല, സാധാരണ രീതി ശ്രദ്ധിക്കാറുണ്ട്, എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിടുക. നിങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ 9:30 to 5:30 ആണ്, ആ ടൈമിൽ വിളിച്ചാൽ കിട്ടും. പിന്നെ ഈ മഴ ആയതുകൊണ്ടും പൊതുവെ ഇവിടെ നെറ്റ്വർക്ക് കുറവുണ്ട്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്കിത് വേറൊരു സുന്ദരി ഹക്കോബ കാണാം. അതിനെയും ആദ്യം ഇതിനെ ഒന്ന് ചേർത്ത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പ്, ഇതുകൊണ്ട് സ്കേർട്ട്, ഇനി ബ്ലാക്ക് ഹക്കോബകളൊക്കെ ഉണ്ട്, അത് ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് വരുന്നു. ഇത് നമുക്കൊരു എന്താ പറയുക, നല്ലൊരു സുഖമുള്ളൊരു ഹക്കോബ, ഒരു ക്രഷ് ഹക്കോബ എന്നൊക്കെ പറയാൻ പറ്റുമോ, അറിയോ, ക്രഷ്ഡ് ടൈപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എവിടെ ഇപ്പം അതിൻ്റെ തുമ്പ്, ഇതാ ഇങ്ങനെ നല്ല ഒരു കട്ട് വർക്ക്, നല്ല സുഖമുള്ളൊരു ഫാബ്രിക്. ഇതാ ഇങ്ങനെ വരുന്നു. ഒരു റയോണിൻ്റെ ഫീല് വരുന്ന പോലത്തെ ഒരു ഹക്ക്, 1 സൈഡ് ഇങ്ങനെ കുറച്ചൊരു ഇതാ സ്ട്രെച്ചബിൾ, എന്നാൽ ഫുൾ അങ്ങനെ വലിഞ്ഞു തൂങ്ങിപ്പോണ ഒരു സംഭവമല്ല, നല്ല സുഖമുള്ളൊരു ഫാബ്രിക്കുമാണ്, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുമാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഞാനും ക്യാമറാമാനും മത്സരിച്ച് ചുമച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ചുമയെ കുറച്ച് നേരത്തേക്കൊന്ന് പിടിച്ച് നിർത്തിയതാണ്. ഇതാ ഇങ്ങനെ വരുന്നു. ഇത് നമ്മളെ ഒരു ഓഫ് വൈറ്റിൻ്റെയും ക്രീമിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു കളറ്, നല്ലൊരു ലെമണല്ലോ അല്ല കേട്ടോ, ഒരു ക്രീമിഷ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുമോ, അങ്ങനെ പറയുമോ എനിക്കറിയില്ല. അതാ അങ്ങനെ വരുന്നു. ബിഗ് വിഡ്ത്താണ് വരുന്നത്. 300 റുപ്പീസ് പെർ മീറ്റർ, 300 രൂപ. അപ്പോൾ ലൈറ്റ് കളേഴ്സിൻ്റെ ഫാൻസ് മിസ്സാക്കേണ്ട, ഒരു വെറൈറ്റി കളറിലും വെറൈറ്റി ഒരു നല്ലൊരു സുഖമുള്ളൊരു ഫാബ്രിക് ഇതാ ഇങ്ങനെ വരുന്നു. ഓഫ് വൈറ്റിൽ ഇങ്ങനെ
ഫ്രോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു, ഇതുണ്ടോ ഇങ്ങനെ 300 റുപ്പീസ്, 300 രൂപ. അതങ്ങനെ. ഇനി നമ്മൾ ഡാർക്ക് പിങ്കിൽ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പിങ്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് അതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ്, ഇത്ര ഇടിവെട്ട് വേണ്ടെന്നുള്ളവർക്ക് ഇതിങ്ങനെ കുറച്ചും കൂടെ ലൈറ്റ് കളറായ ഈ പിങ്ക് ആവാം. ഡാർക്ക് പിങ്ക് പൊതുവെ ട്രെൻഡാണല്ലോ ഇപ്പോൾ. ഇങ്ങനെ വരുന്നു ഹക്കോബ. ഇതെല്ലാം പ്രീമിയം ഹക്കോബയാണ്. PC കോട്ടണിൽ വരുന്ന ഹക്കോബകളെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞു പോയ കളേഴ്സിന് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം. ഇതാ ഇങ്ങനെ വരുന്ന ഡിസൈൻ ഇങ്ങനെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലത്തെ ലൈനിങ് ഒക്കെ വേറെ കോൺട്രാസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പിന്നെ വലിയ കട്ട് വർക്കിന് അടിയിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോഴാണ് കൂടുതൽ ഇത് വരിക. നമുക്ക് ഇതിലൊക്കെ ഏകദേശം അങ്ങനെ ചെറിയൊരു ഇതിനെ ഒന്നും കൂടെ ലൈറ്റാക്കി കാണിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കളേഴ്സൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി അല്ലെങ്കിൽ സെയിം ടോൺ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരുന്നു 300 റുപ്പീസ്, 300 രൂപ. ഇങ്ങനെ കട്ട് വർക്ക് വിത്ത് ഫ്ലോറൽ ത്രെഡ് വർക്ക് ഉണ്ട്. ഇങ്ങനെയെല്ലാം വരുന്നു. കാംബ്രിക് കോട്ടണിലാണ് വരുന്നത്. ഇങ്ങനെ PC കോട്ടണിൽ വരുന്ന ഹക്കോബ റേറ്റ് കുറഞ്ഞത് 180യുടെ ഇങ്ങനെ ഓൾ ഓവർ വർക്ക് വരുന്നത് അവൈലബിൾ ആണ്. 130യുടെ ബോൾസ് ടൈപ്പ് വരുന്നതും കുറച്ച് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നു റയോണിൽ അടുത്ത് നമ്മൾ നേരത്തെ കണ്ട റയോണിൽ വേറൊരു കളർ ഇതാ ഇങ്ങനെ വരുന്നു. ഇതൊരു റയോൺ സ്ലബ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുത്താം. നമുക്ക് കോട്ടൺ സ്ലബിൻ്റെ ഒക്കെ പോലെ അകത്തൊരു ഇങ്ങനെ ഒരു ഇതാണ് ഇങ്ങനെ നേച്ചർ വരുന്നു. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത്, 44 എന്നല്ല 43, 44 ആണ് വെടുത്ത് വരുന്നത്. 100 റുപ്പീസ്, 100 രൂപ. അപ്പോൾ നമുക്ക് ഈ ഹക്കോബയുടെ കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിന് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആവാം. ഇതെങ്ങനെ വരുന്നു. ഇനി നമ്മുടെ ബ്യൂട്ടിഫുൾ വേറൊരു ഫ്ലോറൽ ഡിസൈൻ മാർബിൾ ഷിഫോണാണ്. മാർബിൾ ഷിഫോണിൽ നല്ല ബ്ലാക്ക് ആൻഡ് ഒരു പിങ്കിഷ് പീച്ചൊക്കെ വരുന്ന ഫ്ലവേഴ്സ് ഇതാ ഇങ്ങനെ വരുന്നു. സിംഗിൾ ലെയർ എടുക്കുമ്പോൾ ഇങ്ങനെ 58 ഇഞ്ച് വെടുത്ത് 120, 120 രൂപ. മാർബിൾ ഷിഫോണിലൊക്കെ നല്ല ഫുൾ ഫ്ലെയറിൽ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പ്ലീറ്റഡ് മോഡൽ ലൈനൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ 120, 120 രൂപ. എനിക്ക് മരുന്നൊക്കെ സജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും നന്നിട്ട് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും കഴിപ്പിക്കാനൊക്കെ മരുന്നൊക്കെ കഴിച്ചോളാം പറയും. ചുമയൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകുന്നു. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിലും ഈ പിങ്കുമായിട്ട് വേണമെങ്കിലും നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് പോലെ വേണമെങ്കിലും അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ വരുന്നു. ഇനി നമുക്കിതാ വരുന്നു ബിഗ് വിഡ്ത്തിലെ ജോർജറ്റ് 58 ഇഞ്ച് വെടുത്ത് 58 ഇഞ്ച് വീതിയിൽ വരുന്നു. ഫുൾ ബിഗ് വിഡ്ത്തിലാണ് വരുന്നത്. ഈ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഒണിയൻ പിങ്കിൻ്റെ ഒരു മോക്കളറിൻ്റെ ഇടയിൽ വരുന്ന ഒരു പീച്ചിൻ്റെ ഒണിയൻ പിങ്കിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു കളറ് പ്ലെയിൻ ജോർജറ്റ് 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. ഇങ്ങനെ വരുന്നു. ഇതും ബിഗ് വിഡ്ത്താണ്. 58 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇത് സിമ്പിളായിട്ട് ബ്ലാക്ക് ടോപ്പ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി മാർബിൾ ഷിഫോണിൽ കുഞ്ഞൻ 43 ഇഞ്ചൊക്കെ എടുത്ത് വരുന്നത്, 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. അതങ്ങനെ വരുന്നു. ഇതിൽ ബട്ടർഫ്ലൈസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഇങ്ങനെ വരുന്നു. ഇത് അത് കാണിച്ചു തരാം. സാരിക്കാനും പറ്റും, ദുപ്പട്ടയാക്കാനും പറ്റും. ഇങ്ങനെ പറ്റും. നല്ലൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ 100 റുപ്പീസ് പെർ മീറ്റർ, 100 രൂപ. മാർബിൾ ഷിഫോണാണേ. ഇങ്ങനെ സാരിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ബട്ടർഫ്ലൈ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബട്ടർഫ്ലൈയുടെ പ്രിൻ്റൊന്നും ഉപയോഗിക്കാത്തവർക്ക് അപ്പോൾ നോക്കൂ, ഇത് സാരിയായിട്ട് അതിന് വേണമെങ്കിൽ ഈ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ വേണമെങ്കിൽ സാരി ആക്കാം, ഒരു വെറൈറ്റി സാരി. ഇനി അല്ലെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പും ഫുൾ സ്കേർട്ട് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫ്രോക്ക് ചെയ്യാം, പല പല രീതിയിൽ ചെയ്യാം. ഇനി ഇവിടെ വരുന്നൊരു കുഞ്ഞൻ അക്കോബ, സുന്ദരി അക്കോബ, അതിനെ കാണിച്ചു തരാം. ഇങ്ങനെ ഇത് മാർബിൾ ഷിഫോൺ 100 റുപ്പീസ്. ഇത് കണ്ടോ, നമ്മൾ കോട്ടണിലൊരു സെൽഫ് കോട്ടൺ ബുട്ട കാറ്റഗറി പെട്ടൊരു ഫാബ്രിക് വരാറുണ്ടല്ലോ. ആ കോട്ടൺ ബുട്ട ടൈപ്പിൽ നമ്മൾ സെൽഫ് ലൈൻസ് ഒക്കെ വരുന്നത്. ഇത് അതിന് പുറമെ അതിൽ കട്ട് വർക്ക് കൂടി ഉണ്ട്. അതാ ഇങ്ങനെ വരുന്നു. കട്ട് വർക്കും ഇങ്ങനെ വരുന്നു. ത്രെഡ് വർക്കും എല്ലാം കൂടെ വരുന്നു. 44 ഇഞ്ച് വെടുത്ത് ഇങ്ങനെ വരുന്നു. 250 റുപ്പീസ്, 250 രൂപ. ഇത് സാരിയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ഉണ്ടായിക്കോണമെന്നില്ല. ഇതങ്ങനെ വരുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ അജരക്കിൻ്റെ നെറ്റൊക്കെ വെച്ചിട്ട് സാരി ഉണ്ടാക്കി കാണിച്ചില്ലേ, അതേപോലെ അല്ല ഹക്കോബെ അജരക്ക് വെച്ചിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് വെറൈറ്റി മോഡൽ സാരീസ് വേണമെങ്കിൽ ഇങ്ങനെ ഇതെടുത്ത് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സാരികൾ വെറൈറ്റി ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് അവകാശം ആവശ്യമാണ്. മെസ്സേജ് ചെയ്തിട്ട് അപ്പോൾ അതിനോട് ചേരുന്ന മെറ്റീരിയലൊക്കെ വെച്ചിട്ട് പ്രിൻറ്റഡ് മെറ്റീരിയൽ ബോർഡർ കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സാരികളൊക്കെ പരീക്ഷിക്കാം. അങ്ങനെ വരുന്നു.
ഇതിങ്ങനെ. അപ്പോൾ 250 റുപ്പീസ്, 250 രൂപ. 43 ഇഞ്ച് 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ. അപ്പോൾ ഇത് തമ്മിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് വയ്ക്കാം അങ്ങനെ. ഇനി ബ്ലൂ ഹക്കോബ ചോദിക്കുന്ന സൗമ്യ മാം ആണെന്ന് തോന്നുന്നു, കമൻറ്റിൽ അങ്ങനെ ഒരു പേര് കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ബ്ലൂ വന്നില്ലെങ്കിൽ ഇതുകൊണ്ട് ഒപ്പിക്കാൻ പറ്റുമോ? ആ സ്കൈ ബ്ലൂ പോലെ ഒരു അക്വാ സുന്ദരി ഗ്രീൻ കളറിൽ ഇതൊരു ഗ്രീനിഷ് ടച്ച് വരുന്ന ആ ബ്ലൂവിൻ്റെ ഗ്രീൻ വേർഷനായി പോയി. ഇത് പറ്റും. അപ്പോൾ ഈ സംഭവം ഇത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, വീണ്ടും കിട്ടി. പക്ഷെ ബ്ലൂ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷയിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അഥവാ ഇല്ലെങ്കിൽ ഒന്നതാണെങ്കിൽ പറ്റുമോ നോക്കൂ. ഇതങ്ങനെ വരുന്നു. നല്ല സുന്ദരി അക്കോബയാണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ക്വാണ്ടിറ്റി ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇത് ഇങ്ങനെ 300 റുപ്പീസ്. നല്ല ബിഗ് കട്ട് വർക്ക്, ത്രെഡ് വർക്ക് എല്ലാം വരുന്നു. 300 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അത് ഇതിൽ നമുക്ക് സെയിം കളറിൽ സിംഗിൾ ലൈൻ കാന്ത അവൈലബിൾ ആണ്. ഇനി ഫുൾ ഇത് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കാന്തയിൽ ചെയ്തിട്ട് ഇതുകൊണ്ട് ജസ്റ്റ് സെൻറ്റർ പീസായിട്ടോ ഫ്രണ്ട് പീസായിട്ടോ അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് സിംഗിൾ ലൈൻ കാന്ത 120 റുപ്പീസ് പെർ മീറ്റർ, 120 രൂപ അങ്ങനെ വരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ വരുന്നു. മാർബിൾ ഷിഫോണിൽ ബിഗ് വിഡ്ത്ത് ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയില്ല ഒരു ബ്ലാക്ക്, ഒരു ലൈറ്റ് പീച്ച്, നല്ലൊരു ഒലിവ് ഗ്രീൻ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഇത് ബിഗ് വിഡ്ത്താണ്. 58 ഇഞ്ച്. സാരി ആക്കണമെങ്കിൽ വീതി കുറയ്ക്കണം. ഫ്ലെയർ ടൈപ്പ് കുർത്തികളുടെ ടോപ്പൊക്കെ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ മഴക്കാലത്തിന് മൺസൂൺ സ്പെഷ്യലൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവർ ഇന്നത്തെ വീഡിയോ ഒന്നും മിസ്സാക്കണില്ല വിചാരിക്കുന്നു. അതിൽ കളക്ഷൻസ് എല്ലാം കണ്ടോളൂ, ജോർജറ്റ് സംഭവങ്ങളൊക്കെ. പിന്നെ ഓരോന്ന് മസ്ലിന് ഓരോരോ സാധനങ്ങൾ മൊഡാൽ ഒക്കെ എത്താനുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്ന് ഉറപ്പ് വരുന്നു. വീഡിയോ അപ്ലോഡായിട്ടേ 1 o'clock ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാബ് ലൈൻസ് എന്ന് യൂട്യൂബിലൊന്ന് ടൈപ്പ് ചെയ്യുക, ഫാബ് ലൈൻസ്. അപ്പോൾ ഫാബ് ലൈൻസ് ബൈ ലിജി ജോസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. നമുക്ക് വേറെ ചാനലുകളൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഈ ഒരൊറ്റ ചാനൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് അതിൽ നമ്മുടെ ലോഗോ കാണും, ലോഗോയിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ സിംഗിൾ ലെയർ കിട്ടില്ല, അത് അടിയിൽ എവിടെ പോയി, ഞാൻ അതിനി വലിച്ച് കൊളാക്കണ്ട എന്ന് വെച്ചിട്ട് എവിടെ കാണാനില്ല. ഇതാ ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് എടുത്ത് 120, 120 രൂപ. ഭംഗി അറിയാനില്ലേ ഇതിൻ്റെ? ഇങ്ങനെ വരുന്നു. നല്ല കുഞ്ഞു പൂക്കൾ 120, 120 രൂപ. ഇനി ഇതിനും ഒരു പാർട്ട്ണർ ഉണ്ട്, അതിൻ്റെ പാർട്ട്ണറെ കാണിച്ചു തരാം. അതിൻ്റെ ശിങ്കിടിയാണ് ഇതാ വരുന്നത്. ഇതാ ഇങ്ങനെ നമ്മുടെ ജീര ബുട്ടയിൽ നല്ലൊരു ഒലിവ് ഗ്രീൻ, നല്ലൊരു ചെറുപയർ പച്ച കളറിൽ ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് എടുത്ത് 200 റുപ്പീസ്, 200 രൂപ. ജീര ബുട്ടയാണേ. ഇതങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിന് കണ്ട് ഇന്നർ ആൻഡ് കോട്ട് പോലെയോ സ്കേർട്ട്, ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് പോലെയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്രോപ്പ് ടോപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ചെയ്തിട്ട് അത് പ്രിൻസസ് കട്ട് പോലെ ചെയ്യുക. ആ പ്രിൻസസ് കട്ടിൽ ഒരു ചെറിയ പടി പോലെ എന്തെങ്കിലും ഇത് വെച്ച് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇവിടെ പൊട്ടലി ബട്ടൺ ഇതുകൊണ്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ സ്കേർട്ട് പോലെ ഇതൊക്കെ ആക്കാം. ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനൊക്കെ ക്രേപ്പ് ലൈനിങ് ആണ് വെക്കേണ്ടത്. ക്രേപ്പ് ലൈനിങ് 40 റുപ്പീസ് പെർ മീറ്ററിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജീര ബുട്ടയിൽ ആ സുന്ദരി കളർ മിസ്സാക്കണ്ട. ഇങ്ങനെ വരുന്നു. 58 ഇഞ്ച് എടുത്ത് 200 റുപ്പീസ്, 200 രൂപ അങ്ങനെ വരുന്നു. ഇനി ഇതാ നമുക്ക് അടുത്ത് വരുന്ന ആ ഒരു സുന്ദരി ഗ്രീൻ കളറിൽ, സിയാൻ ബ്ലൂ അല്ലല്ലോ, അക്വാ ഗ്രീൻ അല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ സുന്ദരി കളറിൽ ആ ഗ്രീൻ കളർ. ഇതൊക്കെ റയർ കളറാണ്. കോട്ടൺ സ്ലബിൽ വരുന്നു. 120 റുപ്പീസ്. 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 125 രൂപ. കോട്ടൺ സ്ലബ് ഫാബ്രിക്. കോട്ടൺ സ്ലബ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. ഇതങ്ങനെ നല്ല സുഖമുള്ളൊരു ഫാബ്രിക്കാണ്. നമുക്കൊരു ലിനൻ്റെ ഫീല് തരും. പക്ഷേ ലിനനല്ല, ഇത്രയും റേറ്റ് കുറഞ്ഞ ഫാബ്രിക്കിനാണ് 120 രൂപ ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും നെറ്റ് നമുക്ക് നെറ്റ് നമ്മൾ ഒരുപാട് ചെയ്യാറില്ല. നമ്മൾ ഒരു കോട്ടൻ്റെ ഒരു മെയിൻ ആയിട്ടല്ലേ മെയിൻ ചെയ്യുന്നത്. നമുക്ക് അത്രയും നെറ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അത്രയും നമുക്ക് അത്രയും കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് നെറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമുക്കില്ല. അപ്പോൾ ഇതിനോട് ഏകദേശം ചേർത്ത് വെക്കാവുന്ന ഒരു കളറ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിത് എടുത്തതാണ്. നമുക്ക് ഷോപ്പിലുള്ളതാണിത്. ഇങ്ങനെ വരുന്നു. 2 സൈഡിൽ സ്കാലപ്പിംഗ് ഉണ്ട്. ഇതുണ്ട് സ്കാലപ്പ് ചെയ്ത എൻഡ്സ് ഉണ്ട്. ഇങ്ങനെ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ അന്ന് കാണിച്ച കുഞ്ഞൻ അക്കോബയിൽ ചെയ്ത ആ ഒരു മോഡലിനെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഈ ഇതുകൊണ്ട് കോട്ട് പോലെ ഇപ്പോൾ ഇതിൽ ഈ കോട്ടൺ സ്ലബിൽ ഒരു ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പോർഷനും ഈ സ്കാലപ്പ് ചെയ്ത ഈ 2 എൻഡ്സ് കോട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുണ്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഭാഗം മിസ്സാവാതെ കിട്ടും ടോപ്പ് ചെയ്യുമ്പോൾ. ഇതൊന്ന് കാണിച്ചു കൊടുത്ത് ഇങ്ങനെ തിരിച്ച് വെച്ച് കട്ട് ചെയ്യണം. ഇത് ഫ്രണ്ട് പീസിൽ ഇങ്ങനെ വരിക. അപ്പോൾ കോട്ട് പോലെ ചെയ്തത് ഇങ്ങനെ കിട്ടും.
ഇങ്ങനെ വരുന്നു. ഇത് നമുക്കൊരു 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 200 റുപ്പീസ്, 200 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതെടുത്തപ്പോൾ അതിൻ്റെ നമുക്ക് അവൈലബിൾ ആയ കളേഴ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ദേവി മാമിനെ മറന്നിട്ടില്ല. നമുക്ക് ഒരുപാട് നെറ്റ് കളക്ഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലെങ്ങനെ വരുന്നു ആ ഒരു സുന്ദരി കളറ്. കാരണം ഇതൊരു ഒണിയൻ പിങ്കിൻ്റെ ടച്ച് വരുന്നൊരു കളറ്, ഒരു ലൈറ്റ് പർപ്പിളാണിത്. ഇങ്ങനെ വരുന്നു 200. ഇനി വരുന്നത് മൂവ് കളറല്ലേ, ഇങ്ങനെ വരുന്നു. ഇതും 200. ദുപ്പട്ടയ്ക്കൊക്കെയാണ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ഇങ്ങനെ വരുന്നു. നല്ല വർക്കാണ് വരുന്നത്, ഹെവി വർക്കാണ് വരുന്നത്, ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ ഇനി അതിൻ്റെ പേര് പറഞ്ഞാൽ കുഴഞ്ഞു പോകുന്ന കളറുകൾ. ആ ഒരു സുന്ദരി കളറ്, പർപ്പിളും ഇതുണ്ടോ, ഇത്ര വ്യത്യാസമുള്ളൂ ഇതൊക്കെ തമ്മിൽ. ഇതിനിപ്പോൾ ഏത് ലൈറ്റ് പർപ്പിൾ ഏതും ഇങ്ങനെ പറയുന്നു അറിയില്ല. അതാ അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ലൈറ്റ് ലാവൻഡർ 5, 5 കളേഴ്സ്. ഇതിൻ്റെ 5 കളർ കേട്ടോ, അത്രയേ ഉള്ളത്. അതങ്ങനെ. ഇനി നമുക്കിതാ മാർബിൾ ഷിഫോണിൽ അടുത്ത സുന്ദരി വരുന്നു. ഇതാ നല്ലൊരു ഫ്ലോറൽ ഗാർഡൻ, ഇങ്ങനെ ഓറഞ്ചും യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് എടുത്ത് വരുന്നത്. 100 റുപ്പീസ്, 100 രൂപ ഇങ്ങനെ വരുന്നു. സാരിക്കും ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞു പോയാൽ നമുക്ക് വരുത്താനുള്ള സാവകാശം വേണം. അവൈലബിലിറ്റി അനുസരിച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും. ഇതാ ഇങ്ങനെ വരുന്നു. മാർബിൾ ഷിഫോണാണ്. ഇതാ ഇങ്ങനെ ദുപ്പട്ടയ്ക്കായിട്ടും പറ്റും, സാരിക്കാണേലും പറ്റും. ദുപ്പട്ടയ്ക്കൊക്കെ മുറിച്ച് വെച്ച് നല്ലതാണ് കേട്ടോ, നമുക്ക് ഭംഗിയുണ്ട്. ഇതാ അങ്ങനെ വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയും നമുക്കൊരു സുന്ദരി ജീരാ പൊട്ടുണ്ട്, ഇതാ യെല്ലോ. അപ്പോൾ ഹൽദി ഡ്രസ് കോഡൊക്കെ വേണ്ടവർ പെട്ടെന്ന് പറയണേ, കാരണം ഒരുപാട് ഉണ്ടാവില്ല. ഇതങ്ങനെ വരുന്നു. യെല്ലോ അതിന് ദുപ്പട്ടയായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതാ ഇങ്ങനെ. ഇനി അല്ലെങ്കിൽ ഇതാ ഈ ഓറഞ്ച് കോട്ടൺ സ്ലബ് അതിൻ്റെ കൂടെയും ചേർത്ത് വയ്ക്കാം. ഇങ്ങനെ ഇത് നമ്മുടെ കോട്ടൺ സ്ലബ് ഓറഞ്ച് 44 ഇഞ്ച് എടുത്ത് 120, 120 രൂപ ഇങ്ങനെ. അപ്പോൾ ഈ ഓറഞ്ച് കോട്ടൺ സ്ലബിൻ്റെ കൂടെ നമ്മുടെ ഈ ടൈ അണ്ടേ ഹക്കോബ കണ്ടോ, ഇതാ നമ്മൾ ആദ്യം കാണിച്ച അതേപോലെ തന്നെ യോക്ക് വെച്ചിട്ട് പാൻറ്റ് ചെയ്താലൊക്കെ നല്ലത്. ഹക്കോബ ലൈനിങ് വെക്കണം, എന്നാലും നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഓറഞ്ച് കളേഴ്സിൻ്റെ ഫാൻസിന് മിസ്സാക്കണ്ട. ഇത് 180, ഇത് 120 അങ്ങനെ. ഇത് അങ്ങനെ ഇത് വരുന്നു സുന്ദരി മാർബിൾ ഷിഫോൺ 100 റുപ്പീസ്. ജീര ബുട്ട യെല്ലോ കളറ് മിസ്സാക്കണ്ട കേട്ടോ. ഇതങ്ങനെ വരുന്നു 200 റുപ്പീസ്. ഇനി ഇക്കത്തിൽ നമുക്ക് വന്നിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ഇതാ ഇങ്ങനെ. ഇത് ബോട്ടിൽ ഗ്രീൻ ആണോ, ബ്ലാക്കിലേക്ക് എത്താറായ കളറാണേ. ടീൽ ബ്ലൂവിൻ്റെയും ഒരു ബ്ലൂയിഷ് ടച്ച് വരുന്ന ബ്ലൂ ബ്ലാക്ക് എന്നൊക്കെ പറയാവുന്ന കളറ്. ഇത് നമ്മൾ ഇക്കത്താണ്, പ്യുർ കോട്ടണിൽ വരുന്നതാണ്. 44 ഇഞ്ച് വിടുത്ത് 170, 170 രൂപ ഇങ്ങനെ വരുന്നു. ഇക്കത്തിന് നമുക്കൊരു കനം കുറഞ്ഞ ലൈനിങ് വേണമെങ്കിൽ വെക്കാം. ലൈനിങ് ഓപ്ഷണലാണ്, ഡാർക്ക് കളർ ആയതുകൊണ്ട്. പക്ഷേ കനം കുറഞ്ഞൊരു ലൈനിങ് വെച്ചാലും നല്ലതായിരിക്കും, ഫിറ്റിങ് നന്നായിരിക്കും. 170, 170. നെക്സ്റ്റ് ഇതാ വരുന്നു കോഫി ബ്രൗൺ, ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു 170. ഇനി ആ പീച്ചും ഒനിയൻ പിങ്കും കൂടെ കൂടി ആ നല്ലൊരു സുന്ദരി കളറ്. ഇത് ബോയ്സിന് ഷർട്ടും കുർത്തയൊക്കെ ചെയ്യാനും നല്ലതാണ്. ഇക്കത്തെല്ലാം ഇങ്ങനെ വരുന്നു 170. നെക്സ്റ്റ് വരുന്നു ഇതും ഒരു ബ്ലൂ ബ്ലാക്ക് പോലത്തെ കളറാണ്. ഇതൊരു ശരിക്കും ഒരു ബോട്ടിൽ ഗ്രീൻ ആണല്ലേ. ഇത് ഫസ്റ്റ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. അത് എനിക്ക് അപ്പോൾ അത് ക്ലിയർ ആവണില്ലായിരുന്നു. ഇത് ബോട്ടിൽ ഗ്രീൻ ആണ്, ഇതാണ് ബ്ലൂ ബ്ലാക്ക് വരുന്നത്. ശരിക്കും ബ്ലാക്ക് ആണ്, അതിൽ ബ്ലൂ ടച്ച് വരുന്നത്. ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. ഇതങ്ങനെ വരുന്നു. ഇതങ്ങനെ വരുന്നു 170, 170 രൂപ. നെക്സ്റ്റ് ഒരു ഇതുണ്ട് കോഫി ബ്രൗണിൻ്റെ. ഇതും തമ്മിൽ ഇത്ര വ്യത്യാസം. ഇങ്ങനെ അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം പോലെ നിങ്ങൾക്ക് പല പല മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇത്രയും തമ്മിൽ ഇതൊരു ബ്രൗൺ ആണ്, ഇതൊരു ബ്രൗൺ ഫാമിലിയാണ്. ഇങ്ങനെ വരുന്നു ലൈൻസ് പാറ്റേണിൽ ഇത് വരുന്നു. ഇതിങ്ങനെ താഴോട്ടൊക്കെ ഇക്കത്ത് ഫാൻസായ ഒരുപാട് പേരുണ്ട് നമുക്ക്. അവർക്ക് മിസ്സാക്കണ്ട. 170 ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ഇക്കത്തിലെ ട്രഡീഷണൽ ഡിസൈൻസ് ആണ്. 44 ഇഞ്ച് എടുത്ത് 170. നമുക്ക് ഈ ക്ലോത്ത് പറഞ്ഞ ഫീൽഡേ ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ സീസണിലായിട്ട് വരുന്ന മഴയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു ചെറിയ ജലദോഷത്തിൽ പിടിച്ചാൽ. അപ്പോൾ വീഡിയോ കഴിഞ്ഞ് ക്ഷീണിച്ച് ചെന്നപ്പോൾ മാംഗോ കണ്ടപ്പോൾ മാംഗോ ഷേക്ക് ഒന്ന് തണുപ്പിൽ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ അതോടുകൂടി അതാണ് കൂടിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ മെല്ലെ കുറയും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് യാത്രകൾ വന്നു. പിന്നെ പൊടിയൊക്കെ അല്ലേ അങ്ങനെ എപ്പോഴും.
അപ്പോൾ അതങ്ങനെ അങ്ങ് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷം വിചാരിക്കാം. അങ്ങനെ ആഘോഷങ്ങൾക്കൊന്നും ഒരു അവസരം കിട്ടാതെ വിഷമിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ആ ഒരു ദുരന്തം എനിക്ക് ഓർമ്മയുണ്ട്. അവരെല്ലാം മനസ്സുകൊണ്ട് പ്രണമിക്കുന്നുണ്ട്. അവരുടെ ഓർമ്മകൾ, കുടുംബാഘോഷങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാം ദൈവത്തിൻ്റെ ദൈവേഷ്ടം പോലെ നടത്തുന്ന ഓരോ കാര്യങ്ങളല്ലേ. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്, സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സേവ് ചെയ്ത് വെക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ആ കമൻറ്റിലും പിൻ ചെയ്തിടാറുണ്ട് കസ്റ്റമർ കെയർ നമ്പർ. അത് ഫാബ്ലൻസ് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് അതും സേവ് ചെയ്തിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ മെസ്സേജ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞു മെയ് 30 അയച്ച മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ല എന്ന്. കാരണം നോർമലി അത്ര ഒന്നും ഗ്യാപ്പ് വല്ല 2-3 ദിവസം ചിലപ്പോൾ വരാം. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ താഴെ നിന്നാണ് അവർ ഓപ്പൺ ചെയ്ത് വരിക, താഴേക്ക് പോയി വീണ്ടും മുകളിലേക്ക് അങ്ങനെ വരുമ്പോൾ എങ്ങാനും മിസ്സായി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഒന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിടുക, എനിക്ക് റിപ്ലൈ കിട്ടിയില്ല, ഞാൻ ഈ നമ്പറിൽ, നിങ്ങൾ ഏത് നമ്പറാണോ ഈ നമ്പറിലാണോ ഓർഡർ ചെയ്തത് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞിടുക. പിന്നെ ചിലരെന്ത് പറയുന്നറിയോ, ആ തുണിയുടെ ഒക്കെ ഒന്ന് ഫോട്ടോ വിട്ട് തരുമെന്ന്. നമുക്കത് പ്രാക്ടിക്കലി പോയി ഏത് തുണി എങ്ങനെ എളുപ്പമല്ലല്ലോ അത്. അല്ലെങ്കിൽ പിന്നെ സ്പെസിഫിക് ആയിട്ട് ഹാൻഡ് ബ്ലോക്കിൽ ഇൻഡിഗോ കളക്ഷൻസ് ഒന്ന് വിട്ട് തരുമോ ചോദിച്ചാൽ, എന്നാൽ തന്നെ അവർക്ക് ഓൺലൈൻ സെക്ഷൻ മുകളിലും ഷോപ്പ് താഴെയാണ്. അപ്പോൾ സാവകാശം ആവശ്യമാണ്. പിന്നെ ഞാനിങ്ങനെ കഴിയുന്നത് നമ്മൾ ഷോർട്സ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എൻ്റെ താഴെ അതിൻ്റെ ഷോർട്സിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഷോർട്സ് എല്ലാം കാണാൻ പറ്റും. അതിൽ നമുക്ക് ഈ മെറ്റീരിയൽസ് നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്തിരിക്കുന്ന ഒരുപാട് മെറ്റീരിയൽ, അപ്പോൾ വീഡിയോയിൽ നിന്ന് നിങ്ങളെടുത്ത് ചോദിച്ചാൽ എളുപ്പമുണ്ടാവും. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അജ്രക്കിൻ്റെ അവൈലബിൾ കളക്ഷൻസിൽ ഡാർക്ക് കളർ ഒന്ന് ഫോട്ടോ വിട്ട് അങ്ങനെ ഒന്ന് ഫോട്ടോ വിടാൻ പറഞ്ഞ് ഒന്ന് സെൻഡ് പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറ്റും. അല്ലാതെ അവൈലബിൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ വിടുമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഒരുപാട് മെറ്റീരിയൽ പ്രാക്ടിക്കലി എളുപ്പമല്ല ഫോട്ടോ വിട്ടിട്ട് അങ്ങനെ. അപ്പോൾ എന്നാലും കുറേ ഷെൽഫിൻ്റെ ഫോട്ടോസ് അവരെടുത്ത് വെച്ച് വിട്ട് തരാറുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഷെൽഫ് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാർക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും അവർ സമയം പോലെ, പക്ഷേ അതിനൊക്കെ സാവകാശം കൊടുക്കണം. അർജൻറ്റ് കാര്യങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ വരാം. നമ്മൾ ചന്തക്കുന്ന് അകമ്പാട റൂട്ടിലാണ്, മയിലാടി പാലം കഴിഞ്ഞിട്ട് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ അമൽ കോളേജ് അമൽ കോളേജ് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഷോപ്പ്. ജസ്റ്റ് ഒന്നുകൊണ്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് മോർണിംഗ് 9:30 ടു ഈവനിങ് 6:30 വരെയൊക്കെയാണ് സ്റ്റാഫ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വരാൻ നോക്കണം. എന്ന് വരുമ്പോൾ സൺഡേ ലീവാണ്. ബാക്കി ഇപ്പോൾ പെരുന്നാൾ നിന്ന് നമുക്ക് വർക്കിംഗ് ഡേ ആണല്ലോ, മിനിമം ആൾക്കാർ ഉണ്ടാവുള്ളൂ ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഈ പെരുന്നാൾ ലീവ് കഴിഞ്ഞ് അവർ വരുന്നവരെ നമുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോയിലെ ഓർഡേഴ്സിനും പെട്ടെന്ന് റിപ്ലൈ കിട്ടില്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. സ്റ്റാഫ് കുറവാണ്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് താമസങ്ങൾ വരും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബൈ ഫ്രം ലിജി.